അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസിലൂടെ ഓരോ ദിവസവും ഓരോ അറിവ് നേടാം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതാ ഇബ്നു അബീ റബാഹ് എന്നവര് 80 വർഷത്തോളം ജീവിച്ച താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, ഖാല ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, എന്നോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗനിവാസികളിൽപ്പെട്ട സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ബല, അതെ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീ ഉണ്ടെങ്കിൽ എനിക്ക് കാണണം. ഖാല ആദിൽ മർഅതു സൗദാഉ, ഈ കറുത്തതായ പെണ്ണ്, അതതിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ, എനിക്ക് അപസ്മാരം ഉണ്ടാകുന്നു, ബോധക്ഷയം ഉണ്ടാകുന്നു. വ ഇന്നി അതകശഫു, അവസ്മാരം ഉണ്ടാകുമ്പോൾ എന്റെ മുടിയും അതുപോലെ മറക്കൽ നിർബന്ധമായ പല ഭാഗവും ഞാൻ ഒഴിവാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്റെ ഈ അസുഖം മാറുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിച്ചാൽ, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം സുഖമാകും. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാതെ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ഇനി നീ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അല്ലാഹു നിനക്ക് സുഖമാക്കുവാൻ വേണ്ടി. അപ്പോൾ സ്ത്രീ പറഞ്ഞു, അസ്ബിർ, ഞാൻ ക്ഷമിക്കാം, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ അപസ്മാരമുണ്ടായി വീഴുന്ന സമയത്ത് ഔറത്ത് ഒളിവാക്കുന്നുണ്ട്, മുടിയെല്ലാം തലയിലുള്ള മുണ്ടെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ സമയത്ത് നഗ്നത ഒന്നും തന്നെ വെളിവാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് അവർ സമ്മതിച്ചു. ഈ സ്ത്രീ നാളെ സ്വർഗത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതാ ഇബ്നു അബീ റബാഹ് എന്നവരോട് പറഞ്ഞതായി നമ്മോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൽ നല്ല ഒരു പാഠമുണ്ട്. എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും അത് സുഖമായി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ തുറന്നാൽ പെട്ടെന്ന് തന്നെ സുഖമാകുമെങ്കിൽ പോലും ആ രോഗം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്, പുണ്യമുണ്ട്. രോഗങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം ലഭിക്കും. പക്ഷേ അതിൽ ക്ഷമ വേണം. അതാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമ നൽകുകയും പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്. എല്ലാവിധ ഖൈറും അവർക്ക് നൽകുകയും അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കുകയും ചെയ്യട്ടെ. ഈ ചാനലിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൈമാറണം എന്നും അതേപ്രകാരം ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.